ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസ ഫലമാണ്. 2024 ഒക്ടോബർ മാസ ഫലം. ഈ മാസം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർദത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. അതായത് പൊതുവെ ഈ രാശിക്കാർക്ക് ഇപ്പോൾ ദൈവാധീനവും ഭാഗ്യവുമുള്ള സമയമാണ്. അതായത് രാശിയുടെ 11-ാം ഇടത്ത് ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം സ്ഥിതി ചെയ്യും. കൂടാതെ രാശ്യാധിപൻ പക്ഷബലത്തോടുകൂടി ഇഷ്ടഭാവത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളും. മറ്റൊരു പ്രധാന കാരണം അഭീഷ്ടകാര്യത്തിന്റെ അധിപതിയായിരിക്കുന്ന ശുക്രൻ, അത് സുഖസ്ഥാനത്തിന്റെ അധിപതി കൂടിയായ ശുക്രൻ, ആ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രമായ തുലാം രാശിയിൽ നിൽക്കുക കൂടി ചെയ്യുന്ന ഈ മാസം കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുള്ള അഭിവൃദ്ധികളും വന്നിച്ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള കാര്യം, ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന കാര്യം, അത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, നടക്കുവാനായിട്ട് ശ്രമിക്കുന്ന കാര്യം, അത് സാധിക്കും. അത് ഒരു ടെസ്റ്റുകൾ എഴുതുന്നവർ, പലതവണ വിദേശ രാജ്യങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് പോകുവാനായിട്ട് ടെസ്റ്റുകൾ എഴുതുന്ന ധാരാളം ആൾക്കാരുണ്ട്. പല പ്രാവശ്യം എഴുതി തോറ്റുപോയവർ ഈ മാസം എഴുതിയാൽ പാസ്സാവും. അതുപോലെ തന്നെയാണ് വിവാഹ കാര്യത്തിൽ. പല കല്യാണങ്ങൾ ആലോചിച്ചു, ഒന്നും ഒത്തുവരുന്നില്ല. ഈ മാസം ഒരു മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം ഒത്തുവരുന്നതിന് സാധിക്കും. അതുപോലെ ഭൂമി വാങ്ങുന്നവരോ ഭൂമിയും ഗൃഹവും കൂടി വാങ്ങുന്നതിനോ ദീർഘനാളുകളായിട്ട് ആലോചിച്ച് അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്താത്തവർക്ക് തൊട്ടടുത്തുനിന്ന് തന്നെ നല്ല മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വീടും സ്ഥലവും ഒത്തുവരിക, അത് സാധിക്കും. അതുപോലെ തന്നെയാണ് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്ന യുവതി യുവാക്കളും മധ്യവയസ്കരും, തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്കും, ദീർഘകാലമായിട്ട് തൊഴിൽ ചെയ്യാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ളവർക്കും, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പുതിയ പുതിയ മാർഗങ്ങളിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുണ്ട്. അങ്ങനെ എടുത്തു പറയുമ്പോൾ നിരവധി അനവധി കാര്യങ്ങളുണ്ട്. നമുക്ക് അഭീഷ്ടങ്ങൾ സാധിക്കുവാനുള്ള കാര്യം, അത് സാധിക്കുന്ന മാസമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകും, അതിന് സംശയിക്കണം. അതുപോലെ സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ ചില ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരെ സഹായിക്കുക. അതായത് വളരെ ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ പെട്ടുകിടക്കുന്നവരെ ഒന്ന് സഹായിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. നമുക്കെല്ലാം തികഞ്ഞിട്ട് സാധിക്കുകയില്ല, അങ്ങനെ ഒട്ട് വിചാരിക്കുകയും വേണം. പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ലതാണ്. പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്കും ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് അവിടെ രാഹു സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ളതിനാൽ രാഹുവിന് അനുഗ്രഹിക്കുന്നതിന് നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആയില്യ പൂജകളിൽ പങ്കെടുക്കുകയോ, തൊട്ടടുത്തുള്ളതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു നാഗരാജാവിൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്നതായിട്ട് പലർക്കും അനുഭവമുണ്ട്. ദൂരദേശത്ത് പോകുന്നതിലും നല്ലത് അടുത്ത് തന്നെ ഉള്ള, അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാമല്ലോ, അവിടെ ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിക്കാമല്ലോ, അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ നാട്ടിലുള്ള ആ ദേവതയായാലും നാഗങ്ങളായാലും അനുഗ്രഹിക്കും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. അശ്രദ്ധ മൂലം ആഡംബരങ്ങൾ
അത് കഴിവതും ഒഴിവാക്കുക. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുർച്ചെലവ് ചെയ്യരുത്. കൊള്ളുകയരാത്ത വസ്തുക്കൾ മേടിച്ചു വെക്കുക, കൊള്ളുകയരാത്ത ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി പണം ചെലവഴിച്ച് വലിയ കടബാധ്യത ഏറ്റെടുക്കുന്നതായിട്ട് ധാരാളം ആൾക്കാർ കർക്കിടകം രാശിക്കാർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം സ്വയം പാകം ചെയ്തൊക്കെ കഴിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവും ഒക്കെ പ്രധാനമാണ്. നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ മറ്റൊരാൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൃത്യനിഷ്ഠയോടുകൂടി നല്ല ഭക്ഷണം പാകം ചെയ്തു തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പണം കൊടുത്താൽ രുചിയും മണവും ഒക്കെ കിട്ടത്തക്ക രീതിയിലുള്ള കെമിക്കലുകൾ ചേർത്ത് തരുന്ന ഭക്ഷണത്തിനേക്കാൾ അവരവർ തന്നെ അവരവരാൾ കഴിയാവുന്ന രീതിയിൽ പാചകം ചെയ്ത് കഴിക്കുക. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്ത് ശീലിക്കുക. അപ്പോൾ വിജയം ഉറപ്പായിട്ടും വന്നു ചെയ്യും. വിദേശത്ത് ആയിരിക്കുന്നവർക്കും നല്ല വിജയങ്ങൾ സൂചകമാണ്. പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രാർത്ഥനകൾ, വ്രതാനുഷ്ഠാനങ്ങൾ അവരവർ കഴിയാവുന്ന രീതിയിൽ എടുക്കുക. അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ കൂടുതൽ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതുകൂടി രേഖപ്പെടുത്തി പേര് നക്ഷത്രവും കമൻറ്റ് ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക്, അതായത് ജാതകം നോക്കുന്നതിന്, വിവാഹ തടസ്സമായാലും ജോലി തടസ്സമായാലും മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്.